ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പം ഇന്ന് റെഡിയായിട്ട് ഞാനും ആശയും കൂടെ പോകുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയാണ്. വെറുതെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു കോൺസേർട്ടിനാണ്, അതും നീരജ് മാധവിൻ്റെ. ഇവിടെ ബെർലിനിൽ UBM എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, യുണൈറ്റഡ് ബെർലിൻ മല്ലൂസ്. അവരാണ് ഈ പരിപാടി നടത്തുന്നത്. നമ്മുടെ കുറച്ച് മലയാളികളുടെ പരിപാടിയാണ് കേട്ടോ. ജർമ്മനിയിൽ വന്നിട്ട് ജർമ്മൻസിന്റെ പാർട്ടിക്കും പബ്ബിലൊക്കെ മാത്രം പോയാൽ മതിയോ? നമ്മുടെ ആൾക്കാരുടെയും കൂടെ പോകണ്ടേ? അതുകൊണ്ട് ഈ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും ആശയും രേഷ്മ ചേച്ചിയും കൂടെ സ്പെൻഡ് ആവുന്ന പോവാണ്. അലക്സാണ്ടർ പ്ലാറ്റ്സിൽ വെച്ചിട്ടാണ് പരിപാടി. രാത്രി 10 മണി ടു വെളുപ്പിനെ 5 മണി വരെയാണ് പരിപാടി നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8:45 9 മണിയൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 35 to 40 മിനിറ്റ്സിൻ്റെ ട്രാവൽ ഉണ്ട് വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഇനി എവിടെ ചെന്നിറങ്ങിയാലും ഡ്രസ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തരുന്ന, എനിക്ക് ഒരുപാട് എനർജി തരുന്ന ഒരു പ്ലേസാണ് അലക്സാണ്ടർ പ്ലാറ്റ്സ്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ട് നേരെ ക്ലബിലേക്ക് വെച്ച് പിടിക്കുക. എക്സാക്റ്റ് ഏത് ലൊക്കേഷൻ ഏത് ബിൽഡിങ്ങിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ ലൊക്കേഷൻ നോക്കി തന്നെയാണ് പോകുന്നത്. ഈ കാണുന്ന ഫിറ്റെക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ദ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ ഓക്കെ, ഉറപ്പിച്ചു ഇവിടെ തന്നെയാണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. പിന്നെ എനിക്ക് അധികം ഇതിലെ പാട്ടും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, കോപ്പിറൈറ്റ് കിട്ടും. സോ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ്. I'll see you guys at the end of the night. My brothers NK and CC7 are gonna take over. I'm gonna leave you guys with one last song. This is all for my sweet boys and my brother S4 right here. Let's go. അപ്പോൾ ഓൾമോസ്റ്റ് 10:30 ആയപ്പോഴാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീരജ് മാധവിൻ്റെ മാത്രമല്ല, വേറെ കുറച്ച് തമിഴ് ആൻഡ് മലയാളം DJസിനെ കൂടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 10:30 to 2:30 വരെ ഞങ്ങളവിടെ നീരജ് മാധവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ആ ടൈം വരെ ആൾ വന്നിട്ടുണ്ടായില്ല. ഇവരുടെ തന്നെ DJ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 3 4 പെർഫോമൻസ് ഇതുപോലെ ഡാൻസിൻ്റെ ഉണ്ടായിരുന്നു. ഇവർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. എനിക്ക് ഈ പാട്ടൊന്നും ഇടാൻ പറ്റുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് യൂസ് ചെയ്യാത്തത് സോങ്സ്. 1:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഞങ്ങളുടെയൊക്കെ കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രൗഡ് കണ്ടില്ലേ, എല്ലാവരും ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറേ വെള്ളം കുടിക്കാനും പിന്നെ വെറുതെ പോയി ഇരിക്കാനും ഫാനിൻ്റെ അടുത്ത് നിൽക്കാനൊക്കെ മാറി നിൽക്കുമായിരുന്നു. ഞങ്ങളും ഒന്ന് മാറി നിന്നു, ഫാനിൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സമയത്ത് ഒരു നല്ലൊരു വൈബ് സോങ് ഇട്ടപ്പോഴേക്കും എല്ലാവരും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആശയോടും രേഷ്മയോടും പറയുന്നുണ്ടായിരുന്നു പോയാലോ എന്ന്. കാരണം അത്ര ലേറ്റായി, ഇനി വരുമോ എന്നുള്ള കൺഫ്യൂഷൻ വരെ ഞങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നു. ഒരു 1/2 hour റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഒന്ന് കോളയൊക്കെ കുടിച്ചൊന്ന് ചാർജ് ആയതിനു ശേഷം 2 മണിയൊക്കെ ആയപ്പോഴേക്കും വീണ്ടും ഈ ക്രൗഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇനിയെങ്കിലും വരും എന്നൊരു എക്സ്പെക്റ്റേഷനിലൂടെയാണ് കയറിപ്പോയത്. ആ സമയത്താണ് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇപ്പം തന്നെ എന്തായാലും വരും, വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് 2:30 ആയപ്പോഴേക്കും നീരജ് മാധവ് എൻ്റർ ചെയ്തു. Ladies and gentlemen,
ഓക്കെ ഓക്കെ നമ്മൾ മലയാളികൾ നാട്ടിൽ പോയ വരവറിയിക്കണ്ടേ? You know some of my Tamil friends are also here. Shout out to all my Tamil friends. This time മലയാളി വന്ന് വരവറിയിക്കാം അല്ലേ? This crowd is lit! എന്താ പാടെന്ന് പറഞ്ഞാ ഞാനിത് ഈ ഫ്രണ്ടിലുള്ളവര് നിൽക്കുന്ന പോലെ ബാക്കിലുള്ളവരെയും കൂടെ ഒന്ന് ഓർമ്മ ആവശ്യം. വരെ വന്നത് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന കാണാനല്ല. ഫുൾ പവർ പരിപാടി വരണം. Everybody like vibing, right? അപ്പൊ അങ്ങനെ വൈബ് ചെയ്യാൻ പറ്റിയൊരു ട്രാക്ക് ഇട്ടാലോ? One of the biggest songs from last year. I'll give you a count. You should sing the hook. 1, 2, 3, 4. ഞാൻ ഒരു ക്യൂല് നിങ്ങൾ അത് പാടിയാൽ ഞാൻ ചിലപ്പോൾ അത് പാടും. Ayayo, panibalilo, panidaru panirakkan arumillalo. 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 Okay, boys and girls, that's it. My time's up for tonight. I will come back to Berlin. This crowd is lit. Thank you guys, thank you, love you, love you, love you, love you a lot. അങ്ങനെ ഒരു 1 hour നീണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു നീരജ് മാധവൻ്റെ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനുണ്ടായില്ല.
പുള്ളിക്ക് പാരീസിലും കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട് നെക്സ്റ്റ് വീക്ക്. അതുകൊണ്ട് 1 hour പ്രോഗ്രാമേ നമ്മുടെ അടുത്ത് ഉണ്ടായുള്ളൂ. സോ സൂപ്പറായിരുന്നു. നല്ലൊരു പാർട്ടി എൻജോയ് ചെയ്തു ഒരുപാട് നാളുകൾക്ക് ശേഷം. അതിനുശേഷം ഞങ്ങൾ ആ ഒരു 3:30 ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ജോലിയുണ്ട്. എനിക്കും ആഷിക്കും 2 മണിക്ക് പോകണം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.